എന്തായി എഴുന്നേറ്റില്ലേ? இல்லம்மா நல்லா தூங்குறாம்மா. அழுது தூங்கியிருப்பாம்மா. കഷ്ടം ഒന്നും കഴിച്ചിട്ടുമില്ലല്ലോ. എഴുந்திരിക്കട്ടും, ഞാൻ ഊട്ടി വിടുறேன். ലച്ചു എന്തേ? ലച്ചുവേ വിളിച്ചു കൂവണ്ട, ഇവിടെ ഉണ്ട്. കണ്ടോ പാവം, ഒരു വക കഴിച്ചിട്ടുമില്ല, കരഞ്ഞ് തളർന്നുറങ്ങി. എന്റെ അമ്മൂമ്മ ഇവളുടെ ഈ അവസ്ഥ എന്റെ അമ്മൂമ്മക്ക് യാതൊരു അലിവും തോന്നണില്ലേ? ഇച്ചിരി കാശ് അങ്ങോട്ട് വീശി ഒരു പട്ടിക്കുഞ്ഞ് അങ്ങോട്ട് മേടിച്ചു കൊടുക്ക്, എന്നിട്ട് ശിഷ്ടകാലം അതിലേ നോക്കി അങ്ങ് ജീവിക്കാം. എൻ്റെ കൊച്ചേ, എനിക്ക് ഈ പട്ടിയെ ഇങ്ങനെ കട്ടിലൊന്നും കയറി കിടക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഞാനത് അവളോട് പറഞ്ഞതാ. കഷ്ടം പാവം. ലച്ചുവേ, എന്നാലും ഒരു പട്ടിക്കുഞ്ഞിനെ അങ്ങ് മേടിച്ചു കൊടുക്കാം. കുഞ്ഞിന്റെ ആഗ്രഹം നമ്മളല്ലാതെ വേറെ ആര് സാധിച്ചു കൊടുക്കാനാ? അതാണ് സ്പിരിറ്റ്. ഗുഡ് വർക്ക് അമ്മൂമ്മ, ഗുഡ് വർക്ക്. എന്ത് ചെയ്യാനാ, എന്റെ ആഗ്രഹങ്ങളോ ഈ വീട്ടിൽ സാധിക്കപ്പെട്ടില്ല. ആ കുഞ്ഞിന്റെ ആഗ്രഹങ്ങളും സാധിക്കപ്പെട്ടിട്ട് വാങ്ങിക്കൊടു. മേഡത്തിന്റെ ഒരു ആഗ്രഹം സാധിച്ചിട്ടില്ലെന്ന് തന്നല്ലോ. ഈ എന്നെ ഭീഷണിപ്പെടുത്താണ്ട് കൊച്ചിനെ പട്ടിക്കുഞ്ഞിനെ വാങ്ങിക്കൊടുക്കാൻ നോക്ക്. മേടിച്ചു കൊടുക്കാം, പക്ഷെ അറിയട്ടെന്ന്. പക്ഷെ ഇപ്പൊ വേണ്ട, കുറച്ച് കഴിയട്ടെ. ഇപ്പൊ സ്കൂളൊക്കെ തുടങ്ങിയല്ലേ ഉള്ളൂ, ഒന്നാമതേ പഠിക്കുന്നില്ല. ഇനിയിപ്പൊ പട്ടീനെയും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ പുറകെ നടക്കും. നമുക്ക് എപ്പ അടങ്ങ്, അടുത്ത വെക്കേഷൻ ആവട്ടെ മേടിച്ചു കൊടുക്കാം. പ്രോമിസ്. ആ പാറു, പാറു മക്കളെ, ചെങ്കടോ, എനിക്ക് ചോറ് വേണ്ട. അതിന് ചോറ് കഴിക്കാൻ ആരാ വിളിച്ചേ? അപ്പൊ എനിക്ക് ചോറല്ലേ? നീ ചോറ് കഴിക്കാതെ ഞങ്ങൾ എന്ത് ചെയ്യാന്? പാറു, உனக்கு நாய்க்குட்டியை வாங்கி கொடுக்க போறாங்க. ആണാ? എപ്പാ? அடுத்த வெக்கேஷனுக்கு. പാറുവേ, മോടയാണെങ്കിൽ പട്ടിക്കുഞ്ഞ് പോയിട്ടൊരു പൂച്ചക്കുഞ്ഞെ പോലും മേടിച്ചു തരത്തില്ല. എനിക്ക് വേണ്ട. എന്റെ മനസ്സിൽ എന്റെ സോനു ഓടിക്കളിക്കുന്നുണ്ട്, എനിക്ക് അത് മതി. എന്തുവാ വിളിച്ചു കൂന്നേ? പാറൂസിന്റെ വിഷമം ഇതുവരെ മാറിയില്ലേ? ഇല്ല. വിഷമൊക്കെ ഇപ്പൊ മാറുള്ളിയാ. പാറൂസിന്റെ സോനു വീട്ടിലോട്ട് വരാൻ പോവുകയാണ്. ഓ, ചേച്ചി പറഞ്ഞു പാറുവിന്റെ പട്ടിക്കുട്ടിയെ വാങ്ങിക്കൊടുക്കാന്ന് അടുത്ത വെക്കേഷന്. ഇപ്പൊ പറയും അടുത്ത വെക്കേഷന് വാങ്ങിച്ചു തരാന്ന്. അടുത്ത വെക്കേഷൻ ആവുമ്പോ പറയും അടുത്ത വെക്കേഷന് മേടിച്ചു തരാന്ന്. അങ്ങനെ കൊറേ വെക്കേഷൻ ഉണ്ടല്ലോ. നിനക്ക് എന്നും വെക്കേഷൻ ആണല്ലോ. ഞാൻ സോനുവിന്റെ കാര്യം മറക്കാൻ ശ്രമിക്കുക, എന്നെ കൊണ്ട് ഓർമ്മിപ്പിക്കല്ലേ. പാറൂസേ, അടുത്ത വെക്കേഷൻ വരെ കാത്തിരിക്കണ്ട. പാറൂസിനുള്ള സോനുവിനെ ഞങ്ങള് മേടിച്ചിട്ടുണ്ട്. നല്ല ക്യൂട്ടായിട്ട് രോമമുള്ള സോനു. പാറൂസേ, തൽക്കാലം ഈ സോനുവിനെ വെച്ച് എങ്ങനെയാണ് ഒരു പപ്പിനെ നോക്കേണ്ടത്, ഭക്ഷണം കൊടുക്കുന്നത്, അപ്പിടിപ്പിക്കുന്നത് എന്നൊക്കെ പഠിച്ചിട്ട് അടുത്ത വെക്കേഷന് നെച്ചു ചേച്ചി പാറുവിന് നല്ലൊരു സോനുവിനെ മേടിച്ചു തരും. ഓക്കെ? ഓക്കെ. കറക്റ്റ് കൊര. രാത്രി വീടിന്റെ മുമ്പിലേ കാവലായിട്ട് നിക്കുന്നോ? അളേന്റെ അടുത്ത് പറഞ്ഞു, അപ്പൊ അളയെ നിക്കാന്ന് പറഞ്ഞു. സോനു ചിരിച്ചേ, കുരച്ചേ.